ഹേ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 3000 കാലറീസ് 170 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ എങ്ങനെ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ്. നോർമലായിട്ടുള്ള ക്ലീൻ ഫുഡിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം അതായത് പുറത്ത് ഫാസ്റ്റ് ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല. ശരിക്കും നോർമലി ഒരു മനുഷ്യൻ കഴിക്കാൻ പറ്റുന്ന നോർമലായിട്ടുള്ള ഫുഡ്, അതും നാട്ടിൽ കിട്ടുന്ന ടൈപ്പുള്ള ഫുഡ് വെച്ചിട്ടാണ് നമ്മൾ 3000 കാലറീസ് ഇൻടേക്ക് എടുക്കാൻ പോകുന്നത്. സോ ഇത് എൻ്റെ പാറ്റേൺ ആണ്. എല്ലാവർക്കും ഇത് കണക്കല്ല, പലരും പല രീതിയിലുള്ള പാറ്റേൺസ് ആണ് നോക്കുന്നത്. ഇതിനകത്ത് സെക്കൻഡ് മീൽ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് പുറത്തുനിന്ന് കഴിച്ചേക്കുന്നത്. ബാക്കി എല്ലാ മീലും നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയച്ചത് എന്തുകൊണ്ട് നമ്മുടെ കട്ടിങ് സീരീസ് വീഡിയോയ്ക്കകത്ത് കാണിച്ചു കൂടാണ്. സോ അപ്പം ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ചെറുതായിട്ടൊരു മിനി കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി തൊട്ട് ഫുഡ് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യും. ബട്ട് ലിമിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ പാറ്റേൺസ് ഒന്ന് മാറ്റുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന് വണ്ണം കുറയ്ക്കാനോ ഫാറ്റ് കുറയ്ക്കാനോ പോകുന്നില്ല. ഫുഡ് കഴിക്കും, പക്ഷേ കഴിക്കുന്ന ഫുഡുകളുടെ എടുക്കുന്ന ചോയ്സസിനകത്ത് കുറച്ച് വ്യത്യാസം വരുത്തും. സോ ഫസ്റ്റ് തിങ്, ഇത് 4 ഹോൾ എഗ്സ് ആണ്. 4 ഫുൾ മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു സണ്ണി സൈഡ് ആപ്പാക്കി ചെയ്തേക്കുക. അതിനകത്ത് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്, ബിക്കോസ് ഐ ലൈക്ക് ചീസ്. പിന്നെ ഉള്ളത് നമ്മുടെ വാട്ടർമെലൺ കുറച്ചുണ്ട്, പൈനാപ്പിൾ കുറച്ചുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗളിനകത്ത് ഞാൻ സീരിയൽസ് എടുത്തിട്ടുണ്ട്. സോ ഇതിപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെവി ആയിട്ട് തോന്നും. കാരണം എനിക്കിപ്പോൾ ഇത് വയറ് നിറയ്ക്കണം. എനിക്കിത് കഴിഞ്ഞിട്ട് വർക്കിന് പോകാനുള്ളതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-2:30 ആവും ലഞ്ച് കഴിക്കാൻ. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ഫുൾ മീലായിരിക്കും. അതിനകത്ത് എത്ര കാലറീസ് ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ അവസാനം കാണിച്ചു തരാം. എത്ര കാലറീസ് ഉണ്ടെന്നും എത്ര പ്രോട്ടീൻ ഇൻടേക്ക് കഴിക്കുന്നുണ്ടെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം. കുറേ നാളത്തെ ശേഷം ഞാൻ ഫുഡ് ട്രാക്ക് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഇതെങ്ങനെ ട്രാക്ക് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഫുഡ് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ്ലി സീരിയൽസ് ആണ് ഞാൻ രാവിലെ കഴിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇന്ന് സീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സീരിയൽസിനകത്ത് ഓൾറെഡി മ്യൂസലിയാണ് എടുത്തേക്കുന്നത്, കുറച്ച് പാലും ഉണ്ട്. പിന്നെ നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ കൂട്ടുക, പ്രപ്പോർഷൻ മാറ്റി എടുക്കുക. അപ്പം ഞാൻ 4 ഹോൾ എഗ്സ് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 6 പെർ എഗ് ആണ്, 6 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ പെർ എഗ്. പിന്നെ ഗുഡ് ഫാറ്റും ഉണ്ട്. ഞാൻ കുറച്ച് നല്ല ഗുഡ് ഫാറ്റ് നല്ലോണം കഴിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് ബട്ടർ, ഈ ഓയിലിന് പകരമായിട്ട് കുറച്ച് ബട്ടറിനകത്ത് ചേർന്നിട്ടുണ്ട്. അതും ഹൈ കാലറിയാണ്. ബട്ട് ചീസും എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇതെല്ലാം കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ബോഡി ആ ഒരു ഫാറ്റ് കമ്പോസിഷൻ കഴിച്ച് ശീലമായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കുറേശ്ശെ വേണം ഫുഡിൻ്റെ പാറ്റേൺസ് മാറ്റാനായിട്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള ഫുഡ് പാറ്റേൺസ് നമ്മൾ പ്രപ്പോർഷൻ മാറ്റി വേണം ബോഡിയിൽ ട്രൈ ചെയ്യാനായിട്ട്. ഒരാഴ്ച ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ 2 ആഴ്ച ട്രൈ ചെയ്തിട്ട് നമ്മൾ നോക്കണം റിസൾട്ട്സ് എങ്ങനെയുണ്ട്. വെയിറ്റ് കൂടിയോ വെയിറ്റ് കുറഞ്ഞോ, ഫാറ്റ് കൂടിയോ ഫാറ്റ് കുറഞ്ഞോ, നിങ്ങൾക്ക് ബോഡിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡൈജഷൻ എങ്ങനെയാണ്, നമ്മുടെ ബാത്റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ. ഇതെല്ലാം നമുക്ക് ഫുഡ് പാറ്റേൺസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വ്യത്യാസം വരുന്നത് മനസ്സിലാവും. പിന്നെന്താണ്, എഗ്ഗ്. എല്ലാവരും വിചാരിക്കും എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനകത്ത് നിന്നല്ല, ബോഡിയിൽ ഓൾറെഡി ഉണ്ടാവുന്ന സാധനമാണ്. അത് നമ്മുടെ ജനറ്റിക്കൽ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ്, നമ്മുടെ ലിവറിൻ്റെ മെറ്റബോളിസം എങ്ങനെയാണെന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കൊളസ്ട്രോൾ ഇതാക്കാനായിട്ട്. അല്ല ഈ മുട്ട കഴിച്ചുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടാനൊന്നും പോകുന്നില്ല. ആക്ച്വലി മുട്ട കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന LDL താഴെ വന്നിട്ട് HDL കൂടി നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹെൽത്തി ആവാനാണ് ചാൻസ്. അതുകൊണ്ട് മുട്ട കഴിക്കാം. എത്ര മുട്ട തന്നെ ഒരു ദിവസം കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 5 ഹോൾ എഗ്സ് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ലാതെ കഴിക്കാം. അതിനേക്കാളും കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദി എഗ് യോക്സ്. നമ്മൾ എഗ് യോക്സ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഓൾമോസ്റ്റ് 5 എണ്ണം വരെ നമുക്ക് ഫുൾ ഹോൾ എഗ്സ് ആയിട്ട് കഴിക്കാം. വേണമെങ്കിൽ 10 എണ്ണം വരെ കഴിക്കാം. പക്ഷേ ചില ആൾക്കാർക്ക് ഡൈജഷന് പ്രോബ്ലം വരും. അതുകൊണ്ട് തന്നെ 5 എണ്ണത്തിന് ശേഷം നിങ്ങൾ എന്തായാലും എഗ് വൈറ്റ്സിലേക്ക് മാറുക. ഓക്കെ, 5 ഹോൾ എഗ്സ്, അതിനുശേഷം നിങ്ങൾ എത്ര എണ്ണം കഴിക്കുന്നു അതെല്ലാം എഗ് വൈറ്റ്സിലേക്ക്. പിന്നെ ഇത് ഡിവൈഡ് ചെയ്താണ് കഴിക്കുന്നത്. ഒറ്റയടിക്ക് പെട്ടെന്ന് ഇരുന്ന് കഴിക്കരുത് 20 മുട്ടയൊന്നും. കാരണം ഡൈജഷന് ഭയങ്കരമായിട്ട് പ്രശ്നം വരും, നമ്മുടെ ബോഡി പെട്ടെന്ന് താങ്ങത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ വേണം ഫുഡിൻ്റെ ഇൻടേക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോൾ മീൽസിനകത്ത് കംപ്ലീറ്റ് ബാലൻസ്ഡ് ആണ്. കാർബുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് ഫൈബറുണ്ട്, അതിലും കാർബുണ്ട്. ചീസ് അത് ഫാറ്റാണ്. എഗ് അത് പ്രോട്ടീൻ, ഫാറ്റ് ഇൻക്ലൂഡഡ്. സോ ഇസ് ദ ഫസ്റ്റ് മീൽ. സോ ഇത് കഴിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ സെക്കൻഡ് മീൽ പുറത്തുനിന്നായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഞാൻ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മീൽ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്കൻഡ് ചോയ്സ് കാണിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ
സാധാരണ പോകുന്ന കട അടച്ചിട്ട് അതുകൊണ്ട് ഇന്നൊരു മീൽസ് കഴിക്കാമെന്ന് വെച്ച് കയറിയപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്നു. മാക്സിമം മീൽസ് കഴിക്കാം. രാത്രിത്തെ ഫുഡിനകത്ത് മാക്സിമം കഴിക്കാൻ പറ്റും. ഈ മീൽസ് കണ്ടിട്ട് എങ്ങനെ കഴിക്കാതെ പോകുന്നത് കാണിച്ചു തരും. അപ്പം ഞാൻ കഴിക്കുന്ന പുറത്തൊന്നും ഇങ്ങനെ കഴിക്കാറില്ല. ബട്ട് കുറേ നാളെ മീൽസ് കഴിച്ചിട്ട് അങ്ങനെ മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. എന്തായാലും കഴിക്കട്ടെ. ഹായ്, അപ്പം നമ്മുടെ തേർഡ് മീൽ കഴിക്കാൻ സമയമായി. പ്രീ വർക്കൗട്ട് മീലാണ്. അപ്പം ജിമ്മിൽ പോകുന്നതിന് മുമ്പ് 1 hour ഇനി ടൈമുണ്ട്. അതിന് മുമ്പ് ഞാൻ കഴിക്കുവാണ് 2 slices ഓഫ് ബ്രെഡ്, പിന്നെയും 3 ഹോളി എഗ്സ്, കുറച്ച് ചീസ് ഉണ്ട് അതിനകത്ത്, പിന്നെ കുറച്ച് വാട്ടർമെലൺ. അപ്പം ഇന്നത്തെ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഇത് കഴിച്ച് ഇനി ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ജിമ്മിൽ പോകും. ഇന്ന് ലെഗ് വർക്കൗട്ടാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ച ആ മീൽസ് നിങ്ങൾ കണ്ടല്ലോ, ഉച്ചയ്ക്ക് കഴിച്ച മീൽസ് നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്ത് കളയും. അപ്പം ലെഗ് ഡേ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിലുള്ള കാർബ്സ് ഇൻടേക്ക് ഉണ്ടാവും. ഞാൻ കാർബ് സൈക്കിൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്തും കാർബ്സ് ഉണ്ട്, അതിനകത്ത് നല്ല രീതിയിൽ കാർബ്സ് ഉണ്ടായിരുന്നു. പ്രോട്ടീൻ്റെ കുറച്ച് കണ്ടൻറ്റ് കുറവായിരുന്നുകൊണ്ട് ആ മീൽസിനകത്ത് ഇതിനകത്ത് ഞാൻ അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഫുൾ ഇൻടേക്ക് ഇനി രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ മീൽസ് ഒഴിവാക്കുമായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മീൽസ് കഴിക്കുന്നത് തന്നെ. നാട്ടിലല്ലാത്തതുകൊണ്ടും അമ്മ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബാംഗ്ലൂർ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് മീൽസ് കുറേ നാളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ചെന്ന് നോക്കിയപ്പം ബാക്കിയുള്ള ഞാൻ യൂഷ്വലി കഴിക്കാറുള്ള കടകളൊക്കെ അടച്ചിട്ടേക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ കയറി കഴിച്ചതാണ്. ഇറ്റ് വാസ് ഗുഡ്. ഞാൻ അധികം കഴിച്ചില്ല. ഞാൻ അവിടെ അവരിട്ട് തന്ന ആ റൈസ്, നിങ്ങളെ കണ്ട റൈസ് അത്ര മൊത്തം കഴിച്ച് ഞാൻ ഇറങ്ങി. പിന്നെ രണ്ടാമത് വാങ്ങിക്കാനും നിന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത മീലെന്ന് പറയുന്നത് വാട്ടർമെലൺ. എനിക്ക് തൊണ്ട വയ്യ, എന്നാലും ഞാനിപ്പോൾ വാട്ടർമെലൺ കഴിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ആൻറ്റിബയോട്ടിക്സിലാണ്. ഈ കഫ് സിറപ്പൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക്സിലാണ്. ഇപ്പം ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്. കഫമുണ്ട്, നല്ല രീതിയിലുള്ള കഫം മൊത്തത്തിൽ പുറത്ത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സോ നല്ല ചൂടും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ഫ്രൂട്ട്സ് ഞാൻ കൊടുക്കുവാണ്. ബോഡിയിൽ എനിക്ക് നല്ല ഹീറ്റിൻ്റെ പ്രോബ്ലമാണ് ഉള്ളതാണ്. എനിക്ക് ബോഡി ആക്നീസ് നല്ല രീതിയിൽ വരും. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ ഫുഡൊന്ന് മാറ്റി, പാറ്റേൺ ഒന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി, ഷുഗർ കട്ടിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഷുഗർ കട്ടിലാണ്. കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ഞാൻ പുറത്തുനിന്നുള്ള ഷുഗർ ഐറ്റംസ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്കിത് ശീലമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള കാര്യമാണ്. ഒരുപാട് ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുകയും ചെയ്യും. സോ അതെല്ലാം കൂടി ഞാൻ അടുത്ത വീഡിയോക്കകത്ത്, നമ്മൾ വരുന്ന വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഞാൻ ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരു 1 hour കഴിഞ്ഞിട്ട് ജിമ്മിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് ലെഗ് ഡേ ആയിരിക്കും. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ലെഗ് ഡേയുടെ വീഡിയോ കൂടി എടുക്കാം. സോ ലെറ്റ്സ് ഫിനിഷ് ദിസ് മീൽ ആൻഡ് ഗോ ടു ദ ജിം. ഓൾറെഡി ഹൈ പറഞ്ഞോടാ. ഇന്ന് നിനക്കാണ് സ്പെഷ്യൽ ലെഗ് ഡേ. ഫസ്റ്റ് ലെഗ് ഡേ. ടുഡേ വാസ് ലെഗ് ഡേ ഫോർ യു. കം ഓൺ, ലെറ്റ്സ് ഗോ ഗയ്സ്. என்னதா இருக்குது எப்போதும் பைக்கில் இதில் போடுங்க. அதில் இருக்கு. 1 2 3. സോ നമ്മൾ ഫസ്റ്റ് ഹാക്ക് സ്ക്വാട്സിന് സ്റ്റാർട്ട് ചെയ്യുക. വാമപ്പ് സെറ്റാണ് കേട്ടോ അത്. വാമപ്പ് സെറ്റ് തന്നെ അടിപൊളിയായിരുന്നു. അപ്പം ഇത് സ്റ്റാർട്ടായതേ ഉള്ളൂ. I need 20 more kgs. Oh my god, it's heavy. Man. 3, oh my god. 4. 5. Come on. 6. One more set. One more reps.
ഓ that was deep. അയ്യോ കിളി പോയി. ഒരെണ്ണം കൂടി പോ. ഓ മൈ ഗൈസ്, ഫസ്റ്റ് ടൈമാണ്. അബി സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ട്. എനിക്കൊരു 5 എണ്ണം കൂടി അടിക്കണം. പയ്യന് ലൈറ്റ് ആയിട്ടെ 5 എണ്ണം കൂടി അടിക്കണം എനിക്ക്. അത്രയും വേണ്ട. താഴോട്ട് ഞാൻ പൊക്കോളാം. മേളിലോട്ട് പൊക്കാൻ നേരത്ത് കുറച്ചുകൂടി താഴോട്ട്. അയ്യോ അതൊരു അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. സെറ്റായിരുന്നു. ഓ ആ 8ാമത്തെ റെപ്സിൽ ഞാൻ വേറെ എവിടെ കണ്ട് പോയിട്ട് തിരിച്ചു വന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വെച്ചിട്ട് നിന്നെ സപ്പോർട്ടിന് വിളിച്ചേ. കോൺഫിഡൻസ് ഫെയിലിയർ അല്ല, ഡ്രോപ്പ് സെറ്റ്. മേല് വരെ ഡ്രോപ്പ് സെറ്റ് 50, 40, 30, 20 മിനിമം 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഗൈസ് 10 കിലോസ് വെച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് 50 വെയിറ്റ് കൊണ്ട് 10 റെപ്സ്. ഒരു പ്രാവശ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് സ്റ്റാഗിൽ തട്ടരുത്. 1, 2, 3, 4, 5, 6, 7, 8. 2 more. 1, 2. One more. Set. നീ ഉണ്ടറാ കഴിഞ്ഞിട്ടില്ലടാ ദാസ. മേലെ വരെത്തണ്ടേ? ഫുള്ളെത്തണോ? ഞാൻ 3 സെറ്റ് അല്ല. 3, 4, 5, 6, 7, 8, 9. Hold it. Come on. കഴിഞ്ഞില്ലടാ. 20 കൂടി ഉണ്ടറാ. 1, 3, 4, 5, 6, 7. Come on, easy. 8, 9, 10. അടുത്തത്. ഓ നല്ല ടൈറ്റ് ചെയ്തിരി. 4, 5, 4, 5. ഹോൾഡ് 6. ഓക്കെ റിലാക്സ്. കുറച്ച് അതുകൊണ്ട് 2-3 റെപ്പ് അധികം അടിക്കണം. 10, 11, ഇത് ഡ്രോപ്പ് അല്ല, ഇത് ഫെയിലിയറാ. 14, 15, 16, 17, 30 എത്തിക്കാണ്ട് വെറുതെ ആശാനല്ല. 20, 1, 2, 3, 4, 6 more. 6, 5, 4, 3 more. 1, 2, 3, 1, 2, 3. നിന്റെ കണക്ക് മാഷിനെ വിളിച്ചോണ്ട് പോടാ. വീക്കല്ലേ? ഞാനും വീക്കാ. അടുത്ത നീലടിക്കുന്നേ. ഇല്ലല്ല ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ അല്ലടാ കണക്ക് കൂട്ടണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം. നീ ഇരി, ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ കണക്ക് കൂട്ടണ്ട. സ്റ്റാൻഡിങ് കൊള്ളാം. 7, 8, 9, 10. പോട്ടെ. വെരി ഗുഡ്. അയാളുടെ കാഫ് അടിപൊളിയാണ് കാണാൻ. നോക്കെ ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആണെന്ന് തോന്നുന്നു. കാലിന്റെ സൈസ് ഉണ്ടോ? അങ്ങനെ അയാളുടെ
അങ്ങനെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഷോൾഡർ പമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോമഡി അതൊന്നുമല്ല. ഇപ്പോൾ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പകുതി ആൾക്കാരും വിചാരിച്ചേക്കുന്നത് ഞാൻ സ്റ്റീറോയിഡ് ആണെന്ന്. കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പ് എൻ്റെ ബോഡിയിൽ ഇത്രയും സിവിയർ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോസോ ഫോട്ടോസോ എടുത്ത് നോക്കിയാൽ ഇത്രയും മാസീവായിട്ടുള്ളൊരു മസിൽ സ്ട്രക്ചർ ഇല്ലായിരുന്നു. ബട്ട് ആ കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ബൾക്കിങ് മാത്രമായിരുന്നു. എൻ്റെ ഫസ്റ്റ് കട്ടിങ്ങാണ് ഞാൻ കോമ്പറ്റീഷൻ സമയത്ത് ചെയ്തത്. ആ സമയത്തെ കട്ടിങ് എൻ്റെ ബോഡി സ്ട്രക്ചർ മൊത്തത്തിൽ അങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള ബൾക്കിങ്, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഞാൻ ഈ ബോഡി ഉണ്ടാക്കിയത് ലൈഫ് ടൈം നാറ്റി എന്നുള്ള ടാഗിലാണ്. ഞാൻ സ്റ്റേജിൽ കയറിയതും ലൈഫ് ടൈം നാറ്റി എന്നുള്ള ടാഗിലാണ്. ഇനിയിപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ ഒന്നും വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഐ ആം സൂപ്പർ ഹാപ്പി അബൌട്ട് ദാറ്റ്. വർക്കൗട്ടിനെ പോലെ തന്നെ സ്ട്രെച്ചസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും സ്ട്രെച്ചസ് ചെയ്യണമെന്ന കാര്യം മറക്കരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ ലെഗൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ പെയിൻ വരാനുള്ള കാരണം ഈ സ്ട്രെച്ചസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഗായ്സ്, അപ്പം നമ്മുടെ ലാസ്റ്റ് മീൽ, പോസ്റ്റ് വർക്കൗട്ട് മീൽ, 200 grams ഓഫ് റൈസ്, 200 grams ഓഫ് ചിക്കൻ, കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടാക്കി, പിന്നെ ഇന്നലെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് ദാൽ. ഇത് ഞാൻ മൊത്തം എടുക്കത്തില്ല, കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി മാത്രം. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ലാസ്റ്റത്തെ മീൽ എന്ന് പറയുന്നത്. ഓൾറെഡി 1 scoop ഓഫ് വേ പ്രോട്ടീൻ ഞാൻ എടുത്തു കഴിഞ്ഞു. സോ ഓൾമോസ്റ്റ് ഇന്നത്തെ പ്രോട്ടീൻ ഇൻടേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കാം. 3000 calories ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 170 grams ഓഫ് പ്രോട്ടീൻ. കുറച്ച് ഫാറ്റ് കൂടിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ബട്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന കാലറി വെച്ചിട്ടാണ് അത് ഫാറ്റ് കൂടുതലാണെന്ന് കാണിക്കുന്നത്. 3000 calories നോക്കുമ്പോൾ 120 grams ഓഫ് ഫാറ്റ് ഈസ് ഓക്കെ. ബട്ട് ഞാൻ വരും ദിവസങ്ങളിൽ അത് കുറച്ച് കൊണ്ടുവരും. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ഇറ്റ്. 3000 calories ഇൻ വർക്കൗട്ടും അടിപൊളിയായിരുന്നു, ലെഗ് വർക്കൗട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പുഷ് ചെയ്ത് 3000 calories എത്തിച്ചത്. നാളെയും ഏകദേശം ഇത് കണക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ എൻ്റെ കുറച്ച് നാളായിട്ട് സെയിം ഒരു പാറ്റേണിലാണ് ഡയറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ക്രാക്ക് ചെയ്യണം. അതൊന്ന് ക്രാക്ക് ചെയ്ത് മെറ്റബോളിസം ഒന്നും കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ജസ്റ്റ് കാലറി ഇൻടേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് കുറച്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് കാലറി ഡെഫിസിറ്റ് കൊടുക്കും. അപ്പോൾ പയ്യനെ ഫാറ്റ് ബേണേ വന്നോളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് കണ്ടല്ലോ, നമ്മൾ 3000 calories എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കഴിക്കുന്ന ഓരോ മീൽസും ഏകദേശം എത്ര കാലറീസ് കഴിക്കുന്നുണ്ടെന്ന്. അതുമാത്രമല്ല പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങൾ എത്ര ആണെന്നും, നിങ്ങൾ കാർബ് ഇൻടേക്ക് എത്ര ആണെന്നും, ഫാറ്റ് ഇൻടേക്ക് എത്ര ആണെന്നും, ഫൈബർ ഇൻടേക്ക് എത്ര ആണെന്നും പ്രോപ്പറായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് എത്രത്തോളം കാലറീസ് ഉണ്ടാവും, അതിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. സോ ഇങ്ങനെ വേണം കാലറി ട്രാക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഹെൽത്തിഫൈ മീ ആണ്. അതിൻ്റെ പെയ്ഡ് വെർഷൻ ഉണ്ട്, ഫ്രീ വെർഷൻ ഉണ്ട്. ഫ്രീ വെർഷൻ ഞാൻ ജസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് പെയ്ഡ് വെർഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ട്രാക്ക് ചെയ്യുക, ഫുഡ് നമുക്ക് സ്നാപ്പ് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ടൈപ്പിൻ്റെ ഫുഡ് ഐറ്റംസിനെ കറക്റ്റായിട്ടുള്ള കാലറി നമുക്ക് നോക്കാൻ പറ്റും. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും, നമ്മൾ എത്ര കഴിക്കുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് കിട്ടുന്നുള്ളത്. ഇത് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും, നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആവും. സോ ഒരു കാലറി ട്രാക്കർ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാലറി ട്രാക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ 3000 calories ഏകദേശം ഒരു ചലഞ്ച് പോലെയാണ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് നോർമൽ ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. ബിക്കോസ് ഞങ്ങളൊരു 3000 calories എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഒരു ബൾക്കിംഗ് സീരീസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ 4000 5000 calories ഒക്കെ ഒരു ദിവസം കഴിക്കേണ്ടി വരും. സോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു ചലഞ്ച് പോലെ ഞാൻ ചെയ്യാം. 6000 calories അല്ലെങ്കിൽ 5000 calories കഴിക്കുന്നത് നമുക്കൊരു ചലഞ്ച് വീഡിയോ പോലെ ചെയ്യാം.
ബട്ട് അതിനകത്ത് ഓബിയസ്ലി നമുക്ക് എല്ലാം ക്ലീൻ ആയിട്ടുള്ള ഒരു 6000 കാലറീസ് കഴിക്കുന്ന പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം മൊത്തം ആയിരുന്നു കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് ചീറ്റ് മീൽസും കാര്യങ്ങളെല്ലാം ചെയ്യും. ചീറ്റ് മീൽസ് കഴിക്കുന്ന സമയത്താണ് 6000 കാലറീസ് ലൈക്ക് ഇങ്ങനെ നമുക്ക് കഴിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അത് പക്ഷേ ക്ലീൻ ആയിട്ടുള്ള ഫുഡിനകത്ത് നിന്ന് ഒരു 3000 to 4000 കാലറീസ് കഴിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൈക്ക് വെരി ഹാർഡ് എന്ന് വെച്ചാൽ വെരി ഹാർഡ്. സോ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവണ്ട. ജസ്റ്റ് നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കുക, ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരുപാട് പാക്കറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒന്നും കഴിക്കരുത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ കഴിക്കുന്ന പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ബ്രെഡും പിന്നെ ഒന്ന് ചീസും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിൽ തന്നെ ഞാൻ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. സോ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്ന ഫുഡ് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഷുഗർ ഞാനിപ്പോൾ കട്ട് ചെയ്ത് നിൽക്കുവാണ്, അതുകൊണ്ട് ഷുഗർ ക്രേവിങ്സ് കൂടുന്നുണ്ട്. 2 ദിവസമായിട്ട് എൻ്റെ മൈൻഡ് ചെറുതായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ കട്ടിങ് ചെയ്തതിന് ശേഷം. സോ അത് ക്രേവിങ്സ് എങ്ങനെ മാറ്റുന്നതെന്നുള്ളത് ഞാൻ വരുന്നൊരു വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.